സിനിമാ നടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ കോൺഗ്രസിലെ യുവ കോമളൻ MLA കൂടുതൽ സമ്മർദ്ദത്തിലായി. പേരും അഡ്രസ്സും ഇല്ലാതെ അടയാളങ്ങൾ മാത്രമുള്ള ചിലരെല്ലാം പഴയ കഥകൾ പറഞ്ഞ് പുറത്തു വന്നപ്പോൾ ആരതിനെ കാര്യമാക്കുന്നുവെന്ന് പുച്ഛിച്ച് തള്ളിപ്പറഞ്ഞ MLA ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുക. അമ്പൊന്നു കൊള്ളാത്തവരാരുമില്ല ഗുരുക്കളിലെന്ന് മഹാഭാരതത്തിൽ പറയുന്നത് പോലെ ഇവനിൽ നിന്ന് പുഷ്പവാണം ഏൽക്കാത്തവരായി ഭൂമി മലയാളത്തിൽ ആരുമില്ലാത്ത അവസ്ഥയായോ? കണ്ണിൽ കാണുന്ന സ്ത്രീകളെയൊക്കെ അതും പ്രായഭേദമന്യേ വെടിവെച്ച് വീഴ്ത്താൻ ഇത്രയും വലിയ തോക്കാണോ ഇവന്റെ കയ്യിലിരിക്കുന്നത്? സംശയം കൊണ്ട് ചോദിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നത് വി ഡി സതീശനാണ്. ഇവർക്കെല്ലാം അത്താണിയായി ഇരുന്നിട്ടുള്ളത് സതീശനാണെന്നാണ് പിന്നാമ്പുറ സംസാരം. എറണാകുളത്ത് നിന്ന് പഠനാവശ്യത്തിന് തിരുവനന്തപുരത്ത് വന്ന ഒരു പെൺകുട്ടിക്ക് MLA ഹോസ്റ്റലിൽ താമസ സൗകര്യം ഒരുക്കി കൊടുത്ത നേതാവിന്റെ അടുത്ത് പരാതി പറഞ്ഞ യുവതിയെ കണ്ടില്ലെന്ന് നടിച്ചതും റിനി ആൻഡ് ജോർജ് തുറന്നു പറഞ്ഞു. മുഴുവൻ അക്രമങ്ങളുടെയും സ്വഭാവം കാണുമ്പോൾ ശത്രുക്കൾ ഒരുമിച്ച് വി ഡി സതീശനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രിയാകുവാൻ വർഷങ്ങളായി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് ഇത്തരം ഏറ്റുപറച്ചിലുകളുടെ എല്ലാം പിന്നിലെന്ന് കോൺഗ്രസുകാർ അടക്കം പറയുന്നുണ്ട്. മുൻപ് ഉയർന്നു വന്ന മാധ്യമ പ്രവർത്തകരുടെ വിഷയം പണം കൊടുത്ത് ഒതുക്കിയെന്ന കഥയും മറ്റൊരു വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് 70 കഴിഞ്ഞ അമ്പച്ചി മുതൽ താഴോട്ടുള്ള മുഴുവൻ പേരെയും പരീക്ഷണ വസ്തുവാക്കി ചില നിരീക്ഷണങ്ങൾ നടത്തിയ അഭിനവ റെസ്പോണ്ടിനെ പറ്റി നിറം പിടിപ്പിച്ച കഥകൾ വീണ്ടും വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആര് പറയുന്നത് അസത്യമെന്നും ആര് പറയുന്നത് അസത്യമെന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിട്ടുണ്ട്. സിനിമാ നടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് അവരോട് മോശമായ സന്ദേശങ്ങൾ അയച്ചു, അവരെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. മുൻപ് കേട്ടിരുന്ന പലതും അവിഹിതം തന്നെയായിരുന്നു. അതിൽ ഇരട്ട ഗർഭം കലക്കൽ മുതൽ ബാംഗ്ലൂർ യാത്രകൾ വരെ പുറത്തു വന്നിരുന്നു. ഇതൊന്നും തെറ്റാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരും നിഷേധിച്ചിട്ടില്ല. അതിനിടയിൽ ഇയാൾക്ക് ഷാബി പറമ്പലുമായിട്ടുള്ള അസാധാരണ ബന്ധം എന്താണെന്ന് ചില മാധ്യമങ്ങൾ ചോദിച്ചുവെങ്കിലും അതിനും ആരും മറുപടി പറഞ്ഞു കേട്ടില്ല. ഏതായാലും എല്ലാം കൂടി ആകെ മൊത്തം കൂട്ടി നോക്കുമ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നടന്നു. കോൺഗ്രസുകാർക്ക് നാറ്റം ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് കോൺഗ്രസിൽ നിന്ന് മുൻകൈയെടുത്ത് ആരും ഇതിനൊരു പ്രതികരണം നൽകുമെന്ന് പ്രതീക്ഷിക്കരുത്. എല്ലാവരെയും അമ്പരിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഒളിഞ്ഞു നോക്കിയാൽ അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് കാണാതെ പോകുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാവും.